വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നു. ഈ കാലഘട്ടത്തിൽ ഓരോ ധ്യാനങ്ങൾ കഴിയുമ്പോഴും ദൈവജനത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്. ഇത്രയും കാലം ജീവിച്ചതുപോലെയല്ല ഇനിയുള്ള കാലം ജീവിക്കേണ്ടത്. പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ സമയമില്ലാത്ത അവസ്ഥ, ജോലി തിരക്കുകൾ, കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ. അച്ഛാ, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് എങ്ങനെയാണ് ഈ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെടാൻ സാധിക്കുക? ഓരോ ധ്യാനം കഴിയുമ്പോഴും ഓരോ ദൈവപൈതന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഇനിയുള്ള ജീവിതം ആത്മാക്കൾക്ക് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. നീ ജോലി ചെയ്തുകൊണ്ടിരിക്കട്ടെ, നിന്റെ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരിക്കട്ടെ, നിന്റെ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായിരിക്കട്ടെ, ഏതൊക്കെ അവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിലും ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിക്കും ചെയ്യാൻ സാധിക്കും. ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ട് ഒരു വ്യക്തിയായിട്ട് അല്ലെ സംഘാടിതമായി ഒരു സമൂഹമായിട്ട് ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് വചനം പറയും നമുക്ക് ശ്രദ്ധിക്കാം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ കാണാൻ സാധിക്കും. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനയും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എന്താണ് പറയുന്നത്? എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അപേക്ഷകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. ഇത്രയും കാലം നാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? ദേവാലയത്തിൽ പോയി ഒരു വിശുദ്ധ ബലിയിലും പങ്കെടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബം, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, അവിടെ ജോലി, നമ്മുടെ കുടുംബങ്ങളെ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ, ഒരു തിന്മയും എന്റെ കുടുംബത്തെ തൊടാതെ യേശുവിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകണമേ, ഇതെല്ലാമല്ലേ നാം പ്രാർത്ഥിച്ചിരുന്നത്? എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരോ വ്യക്തിക്കും കഴിയണം. അടുത്ത വചനം ഇങ്ങനെയാണ്: എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർവമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി ഇപ്രകാരം ചെയ്യണം. എല്ലാ രീതിയിലും ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കണം. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ മഹാരാജ്യത്താണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, എല്ലാ മന്ത്രിമാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, നമ്മുടെ അധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി, സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മളോട് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർവമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇത് ആവശ്യമാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യവും എത്രേ. ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, ഇത് ഉത്തമമായ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എങ്കിൽ ചോദിക്കട്ടെ, മദ്യപാനിയായ ഒരു ഭർത്താവിന്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി നമ്മൾ എത്രയോ കാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ദിവസങ്ങൾ കണ്ണീരൊഴുക്കിയിട്ടുണ്ട്, നിരാശപ്പെട്ടിട്ടുണ്ട്, കർത്താവിന് മുമ്പിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഈ മദ്യപാനിയായ ഭർത്താവിന്റെ മദ്യപാനം അവിടെ നിൽക്കട്ടെ, നീ പ്രാർത്ഥിക്കണം. ആയിരക്കണക്കിന് മദ്യപാനികളായ വ്യക്തികളെ മനസ്സിൽ കണ്ടുകൊണ്ട്, കർത്താവേ ഇവർക്ക് മനസ്സാന്തരം കൊടുക്കണമേ. ഇതേപോലെ രോഗപീഠകൾക്ക് മുമ്പിൽ നാം പ്രാർത്ഥിക്കണം, രോഗിയായ എന്റെ രോഗം മാറ്റണമേ എന്നല്ല, ഇതേപോലെ സഹിക്കുന്ന വേദനിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ മുന്നിൽ കണ്ടുകൊണ്ട്, കർത്താവേ നിന്റെ നാമത്തിൽ ആ വ്യക്തികളിലേക്ക് സൗഖ്യം കൊടുക്കണമേ. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും,
പാവപ്പെട്ട ഞാൻ എന്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നമുക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ട്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ ഇല്ലയോ എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും, ഒരു പാവപ്പെട്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുണ്ട്. നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുമെങ്കിൽ നിന്റെ യോഗ്യത നോക്കണ്ട, നിന്റെ വിദ്യാഭ്യാസം നോക്കണ്ട, നിന്റെ കഴിവ് നോക്കണ്ട, ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന്റെ പുണ്യവതി വിദ്യാഭ്യാസമൊന്നും കാര്യമായിട്ടില്ല, 3ാം ക്ലാസ് വരെ പഠിച്ച ഫൗസ്റ്റീന്റെ പുണ്യവതി, അവളുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുക. അവൾ എന്തിനെ കോൺവെന്റിൽ ചേർന്നേ? എനിക്ക് ദൈവത്തെ ആരാധിക്കണം. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ പെൺകൊച്ച് കോൺവെന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കോൺവെന്റിലെ അധികാരികൾ അവൾക്ക് വലിയ ജോലിയൊന്നുമല്ല കൊടുത്തേ. അവളെ ഏൽപ്പിച്ചു, നീ കോൺവെന്റിലെ കിച്ചന്റെ കാര്യം നോക്ക്, തോട്ടപ്പണി ചെയ്യേ. ഇവൾ രാവും പകലും അവിടെ കിടന്ന് അധ്വാനിക്കുന്നത് ആരും കാണുന്നില്ല. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു. അവൾ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് അധ്വാനിക്കുന്ന അധ്വാനം കൂടെയുള്ള സിസ്റ്റേഴ്സ് ഒരുപക്ഷെ കാണുന്നുണ്ടാവില്ല. അവളുടെ കണ്ണുനീര്, അവളുടെ ജീവിതത്തിന്റെ അധ്വാനങ്ങളും ഒരു വ്യക്തി കണ്ടു, സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരുണയുടെ കവാടം തുറക്കുവാൻ ദൈവം എടുത്തുപയോഗിച്ച വ്യക്തി ഈ പാവപ്പെട്ട കന്യാസ്ത്രീയായ ഫൗസ്റ്റീനയാണ്. എന്നാൽ ഈ ഒരു ദിവസം ഫൗസ്റ്റീന പുണ്യവതിയുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുക. ഇതിനുശേഷം അവളോട് പറയുന്നുണ്ട്, മോളെ, ഞാൻ നിന്റെ മാതൃരാജ്യമായ പോളണ്ടിനെ നശിപ്പിക്കാൻ പോയി. ഈ സമയത്ത് അവള് കർത്താവിന്റെ സന്നിധിയിൽ ചോദിക്കുന്നുണ്ട്, എന്റെ മാതൃരാജ്യത്തെ നശിപ്പിക്കല്ലേ കർത്താവേ, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ മാതൃരാജ്യം പോളണ്ട്, അതിനെ നശിപ്പിക്കല്ലേ. ആ സമയത്ത് ഇവള് പറയുക, ഇനിയുള്ള ജീവിതം എന്റെ മാതൃരാജ്യത്തിന് വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അവൾ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും തന്റെ മാതൃരാജ്യത്തെ, കർത്താവേ നീ കരുണയായിരിക്കണമേ, ഈ രാജ്യത്തിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് അവൾ വിലപിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം എന്താ നമുക്ക് കാണാൻ സാധിക്കും. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അതിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും ബോംബ് വർഷിക്കപ്പെട്ടപ്പോൾ ഈ പോളണ്ടിൽ ബോംബ് വർഷിക്കപ്പെടാതിരുന്നതിന് കാരണം ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ രാത്രിയുടെ യാമങ്ങളിൽ നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് എന്ന് ഈ കാലഘട്ടത്തിന്റെ മക്കൾ തിരിച്ചറിഞ്ഞു. അവൾ തന്റെ ആശ്രമത്തിന്റെ ആവൃത്തിക്കുള്ളിൽ, കന്യാലയത്തിന്റെ കൽമതികൾക്കുള്ളിൽ അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ലോകം മുഴുവൻ പറയും ഇത് കളഞ്ഞു കുളിച്ച ജീവിതം. പക്ഷേ അവളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ടായിരുന്നു. വീണ്ടും കാണുക, അതികായികന്മാരായ വിശുദ്ധാത്മാക്കൾ ആ രാജ്യത്ത് നിന്ന് ഉണ്ടാവുക. ജോൺ പോൾ 2 മാർപ്പാപ്പ, മാക്സിമിലിയൻ കോൾവേ, വിശുദ്ധ ഉർസലേം, വിശുദ്ധ ഫൗസ്റ്റീന, ഇതുപോലുള്ള ശക്തരായ വിശുദ്ധാത്മാക്കൾ അവിടെ നിന്ന് ജന്മം കൊണ്ടുവെങ്കിൽ അതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും ഫൗസ്റ്റീനയെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിച്ചതിന്റെ ഫലമാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ സന്നിധി വിലയുണ്ടോ? പാവപ്പെട്ട ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തിയാൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുവോ? വിശ്വസിച്ച മക്കളെ, ഏത് പാവപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, ഏതൊക്കെ കഴിവ് കുറഞ്ഞ വ്യക്തിയായിക്കൊള്ളട്ടെ, അക്ഷരാഭ്യാസം ഇല്ലാത്ത വ്യക്തിയായിക്കൊള്ളട്ടെ, ഒരു യോഗ്യതയില്ല ഭാവിയായിട്ടുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ കാണുക അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ ഇവിടെ പത്രോസിനെ മതമർദ്ദനത്തിന്റെ കാലഘട്ടത്തിൽ കാരാഗൃഹത്തിൽ കൊണ്ടുപോയിട്ടിരിക്കുക. തലേ രാത്രി യാക്കോബിന്റെ കഴുത്ത് വെട്ടി. അടുത്ത ദിവസം സംഭവിക്കാൻ പോവുക, പത്രോസിന്റെ കഴുത്ത് വെട്ടാൻ പോവുക. ഈ പത്രോസിനെ കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുക. ഈ സമയത്ത് പത്രോസിന്റെ ശിഷ്യന്മാർ മുഴുവൻ എന്താ ചെയ്തേ? ഇവിടെ വചനം കാണുക, അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണതയോട് പ്രാർത്ഥിച്ചു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, കാരാഗൃഹത്തിലാണ് പത്രോസ്. ഈ സമയത്ത്
ഇനി രക്ഷയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പറ്റം ജനം പത്രോസിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചു എന്ന് വചനം പറയുക. തുടർന്നുള്ള വചനം ഇങ്ങനെയാണ്: പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്കലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. നാളെ മരിക്കാൻ പോവുക. പത്രോസ് തലേദിവസം എന്താ ചെയ്യുകയാണ്? അവന്റെ കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പത്രോസിനെ കുറിച്ച് വചനം പറയാ, അവനൊരു ടെൻഷനും ഇല്ല, നാളെ മരിക്കാൻ പോവുക. എന്നാൽ ഇവിടെ കാണുക, അവൻ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നു, പട്ടാളക്കാർ കാരാഗ്രഹവാതിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ ദൂതൻ കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി. പത്രോസ് ഉണർന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അവന്റെ ചങ്ങലകൾ മുഴുവൻ താഴെ വീണു. ഇതാ പട്ടാളക്കാര് ജയിലറയ്ക്ക് മുമ്പിൽ കാവൽ നിൽക്കുന്നു. പക്ഷേ അവനെ ദൈവത്തിന്റെ ദൂതൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇവിടെ നാം കാണുകയാണ്, യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുക. ആർക്ക് വേണ്ടിയിട്ട്? പത്രോസിന് വേണ്ടിയിട്ട്. കാരണം ഇതാ പത്രോസ് ജയിലറയില, നാളെ കൊല്ലപ്പെടേണ്ട. അതുകൊണ്ട് തന്നെ പത്രോസിന് വേണ്ടി ജാഗരണ പ്രാർത്ഥന അവനെ സ്നേഹിക്കുന്നവരെല്ലാവരും ചേർന്ന് അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് അവൻ പടിവാതിക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്നു. വേലക്കാരുടെ പേരാണ് റോദ. ഈ സമയത്ത് കോളിംഗ് ബെല്ലടിച്ചു. ആ റോദ നോക്കിക്കഴിയപ്പോ, ഗ്ലാസിനകത്ത് കൂടെ നോക്കിക്കഴിയപ്പോ ജയിലറയിൽ കിടക്കുന്ന പത്രോസ് ഇതാ വാതിലിന് മുമ്പിൽ വന്നു നിൽക്കുക. അവൾ വാതിൽ തുറക്കുകയല്ലേ ചെയ്തേ, അവൾ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് അവിടെ നിന്ന് ഓടുക. ഇതിനുശേഷം ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മധ്യേ ചെന്ന് പറഞ്ഞു, ഇതാ പത്രോസ് വന്നിരിക്കുന്നു, പത്രോസ് നമ്മുടെ വീടിന് മുമ്പിൽ വന്നു നിൽക്കുക. ഈ സമയത്ത് കൂടെയുള്ള വ്യക്തിയോട് പറഞ്ഞു, അവൾക്ക് ഭ്രാന്ത. ഈ പ്രാർത്ഥന നമ്മൾ കാണണം. ഇവിടെ ഒരു പറ്റം ജനം പത്രോസിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവിടെ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, ജയിലറയിൽ അത്ഭുതം സംഭവിച്ചുവെങ്കിൽ നീ വിശ്വസിച്ചോ? നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും വൃഥാവിലാവില്ല. ഇതേപോലെ തന്നെ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന് സന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കണം. നീ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എത്ര പേര് ഇതേപോലെ ജയിലറയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, നിന്റെ മാതൃരാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ പ്രാർത്ഥന കൊണ്ടാ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബോധ്യം, ഉൾക്കാഴ്ച ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? ഓർത്തോ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നാം കാണുകയാണ്, ഒരു ദൈവത്തിന്റെ മനസ്സിനെ പോലും ശാന്തമാക്കാൻ കഴിയുന്നതാണ് ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയും. ദൈവം ഒരു ദേശത്തെ നശിപ്പിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു ജനത്തിന്റെ മേൽ അവർ പാപത്തിൽ ജീവിക്കുന്നു, ദൈവത്തിന്റെ വടിവിട്ട് ആ ജനം മുഴുവൻ ഇതാ അനീതിയിലും 1-ാം പ്രമാണ ലംഘനങ്ങളും 6-ാം പ്രമാണം ലംഘിച്ചും ജീവിക്കുമ്പോൾ ഈ ജനത്തെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിക്കും, ഈ സമയത്ത് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ ഉജ്ജ്വല കോപത്തെ പോലും ശാന്തമാക്കുന്നത് എന്ന് വചനത്തെ കാണാൻ സാധിക്കും. പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇവിടെ ഈ ജനം മുഴുവൻ സത്യദൈവത്തെ വിട്ട് അന്യദൈവത്തിന്റെ പിന്നാലെ പോവുകയാണ്. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി കാളക്കുട്ടിയെ ആരാധിക്കുക. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് എന്തെന്നില്ലാത്ത ഉഗ്രമായ കോപം ഈ ജനത്തിന്റെ മേൽ വരിക. ഈ ജനം നശിക്കട്ടെ ദൈവം ആഗ്രഹിക്കുക. ആ സമയത്ത് മോശ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവമേ ഈ ജനത്തോട് കരുണ തോന്നണമേ എന്ന് വിളിച്ച് മോശ ദൈവത്തോട് യാചിക്കുന്നുണ്ട്. ഈ ദൈവത്തോട് മോശ ചോദിക്കുമ്പോഴും യാചിക്കുമ്പോഴും
മോശയ്ക്ക് ദൈവത്തിന്റെ വാഗ്ദാനം അറിയാം. ദൈവം കരുണയുള്ളവനാ. ഈ വാഗ്ദാനം വിളിച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ദൈവത്തിന്റെ കോപം അവിടെ ജ്വലിക്കുന്നതിന് പകരം ദൈവം ശാന്തമാവുന്ന കാണാൻ സാധിക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറഞ്ഞു തരിക, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് വ്യക്തികൾ പാപത്തിലും തിന്മയിലും ജീവിക്കുമ്പോൾ നീതിമാനായ നിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ. മേഘങ്ങളെ തുളച്ചു കയറുന്നതാണ് നിന്റെ പ്രാർത്ഥന. ഈ കാലഘട്ടത്തിലും ഒരുപാട് വ്യക്തികൾ പാപത്തിലും തിന്മയിലും ജഡിക സുഖങ്ങളിലും ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ നശിപ്പിക്കാത്തത്? ഒറ്റ ഉത്തരമേയുള്ളൂ. ഏതെങ്കിലും നീതിമാന്റെ പ്രാർത്ഥന ആ ദേശത്ത് കുടികൊള്ളുന്നുകൊണ്ടാ ദൈവം ആ ദേശത്ത് നശിപ്പിക്കാത്തത്. ഇന്ന് നിന്റെ ദേശത്തിന് അനുഗ്രഹമാകാൻ, നിന്റെ ദേശത്ത് ദൈവത്തിന്റെ കരുണ വർഷിക്കാൻ, ദൈവമേ നീ കരുണ വർഷിക്കണമേ എന്ന് ഈ മോശയെ പോലെ കരമുയർത്തി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം. അതിനുവേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. നീ വിശ്വസിച്ചോ? ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും വിശ്വസിച്ചോ? ഒരുപക്ഷേ നീ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരുപക്ഷെ രോഗാവസ്ഥയിലായിരിക്കാം. നിന്റെ പ്രാർത്ഥന ദൈവത്തിന് വേണം. ഒരുപക്ഷെ ഒരുപാട് ജോലി തിരക്കുള്ള വ്യക്തിയായിരിക്കാം. നിന്റെ പ്രാർത്ഥന ദൈവത്തിന് വേണം. കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ധങ്ങളും ഒരുപാട് വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ പ്രാർത്ഥന ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ സഹനങ്ങൾ ദൈവത്തിന് ആവശ്യമുണ്ട്. ഓരോ ദൈവ പൈതലിനും ഈ ബോധ്യം ഉണ്ടാവണം. എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന വഴി നമുക്ക് കിട്ടുന്ന അടുത്ത അനുഗ്രഹം? നമ്മൾ കാണുകയാണ്, ദൈവത്തിന്റെ വഴികൾ പോലും മാറ്റിമറയ്ക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സാധിക്കും. അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയുടെ മേൽ മാറ്റം വരുത്തുവാൻ ഒരു മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. പ്രപഞ്ച സൃഷ്ടിയുടെ മേൽ മാറ്റം വരുത്തിക്കാൻ. നീ നോക്കിയേ, പ്രപഞ്ചത്തിന്റെ താളങ്ങളിൽ പോലും മാറ്റം വരുത്തിക്കാൻ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ വചനം കാണുകയാണ്, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. ഏലിയ നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. കണ്ടോ, വചനം പറയുക, ഏലിയ നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. ഈ വചനം ആവർത്തിച്ചെന്ന് പറഞ്ഞ്, ഏലിയ എന്നെ പോലെ ഒരു മനുഷ്യനായിരുന്നു. ഏലിയ നിന്നെ പോലെ ഒരു മനുഷ്യനായിരുന്നു. ഏലിയ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? മഴ പെയ്യാതിരിക്കാൻ വേണ്ടി. ഇവൻ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിച്ച്? 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ മേൽ പോലും മാറ്റം വരുത്തിക്കാൻ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. വീണ്ടും മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഭൂമിയിൽ മഴ വർഷിക്കുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തുവെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു തരുമ്പോൾ നമുക്ക് പറഞ്ഞു തരിക, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. തീഷ്ണതയോടെയുള്ള പ്രാർത്ഥന പ്രപഞ്ചത്തെ പോലും മാറ്റിമറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് ചില വ്യക്തികൾക്ക് സംശയമുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലവേദനയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് തലവേദന കിട്ടുമോ? ആ വ്യക്തിയുടെ തലവേദന മാറിയ. കടബാധയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ ആ ഭാരം കൊണ്ട് എനിക്ക് കിട്ടുമോ? ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ രോഗികളുടെ രോഗം മാറുന്നു, എനിക്കെങ്ങാനും ക്യാൻസർ കിട്ടുമോ? എന്നാൽ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, ഉൾക്കാഴ്ച ഉണ്ടാവണം. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സംരക്ഷണവും അവരുടെ മേൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിളി. നീ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴായിക്കൊള്ളട്ടെ, ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലും നിനക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. നീ കരങ്ങളിൽ ജപമാലയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ദൈവത്തിന്റെ സംരക്ഷണ മുദ്രയെ കിട്ടുന്നത്. നീ മധ്യസ്ഥം വഹിച്ച് ഏത് വ്യക്തിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ
സംരക്ഷണ മുദ്രയാണ് നിനക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട. മധ്യസ്ഥ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. ഓരോ വ്യക്തികളെയും ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിളിയിലേക്ക്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ, തീഷ്ണതയോടുകൂടി അധ്വാനിക്കാൻ. എന്നാൽ എൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളും കാരണം വേണ്ട രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് കർത്താവേ നീ എന്നെ സഹായിക്കേണ്ടത്. മധ്യസ്ഥ പ്രാർത്ഥന വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ.